ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഇന്ന് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. കൊടുക്കാനായിട്ട് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യും. പ്രത്യേകിച്ച് ഈ ലോകത്തില് പലപ്പോഴും പ്രയാസമുള്ള കാര്യവും ഇത് തന്നെയല്ലേ. കാരണം നമ്മുടെയൊക്കെ ചിന്ത തന്നെ എല്ലാം എനിക്ക് വേണം, എല്ലാം നേടാനായിട്ട് നെട്ടോട്ടം ഓടുന്ന നമ്മളോട് ഈശോ പറയുക, മോനെ നീ എല്ലാം നേടുകയല്ല, മറിച്ച് കൊടുക്കാനായിട്ട് നീ പഠിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ കൈനീട്ടി വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നല്ലേ. എന്നാൽ ഈശോ പറയുന്നത് എന്താ, കൈനീട്ടി വാങ്ങിക്കുകയല്ല ചെയ്ത്, മറിച്ച് കൊടുക്കാൻ പറ്റണം. നിന്റെ ജീവിതത്തില് നിനക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ പറ്റണം. കാരണം നിനക്കുള്ളതൊക്കെ നിന്റെ കഴിവ് കൊണ്ട് നീ നേടിയതല്ല, മറിച്ച് അവയൊക്കെ നിന്റെ ദൈവം നിനക്ക് ദാനമായിട്ട് നൽകിയതാ. ദൈവം ദാനമായിട്ട് നിന്റെ ജീവിതത്തിൽ നൽകുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് നീ തയ്യാറാവണം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടനാട്ടില് ഈ ഒരു കാര്യം നന്നായിട്ടുണ്ടായിരുന്നു അല്ലെ. ഉള്ളതിൻ്റെ പങ്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു. പക്ഷെ ഇന്ന് കുട്ടനാടിന് അതിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. വ്യക്തിപരമായിട്ട് അവർ കുടുംബം, ഞാൻ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, ഒരു മതിൽക്കെട്ട്, ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജീവിതമായിട്ട് മാറുക. തൊട്ട് അപ്പുറത്തുള്ളവൻ ആരാണ് എന്ന് പോലും, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ പ്രയാസം എന്താണ് എന്ന് പോലും ചിന്തിക്കാനായിട്ടോ അവരെ സഹായിക്കാനായിട്ടോ തയ്യാറല്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എല്ലാം മാറി. അവൻ്റെ കാര്യം നോക്കിക്കോട്ടെ, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലെ സുഖസഹോദരികൾ. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ഈശോ പറയുന്നത്, നീ പങ്കുവെക്കേ. ഈശോ എന്താ നേടിയെടുത്തതെന്നറിയോ? ഈശോ ഈ ഭൂമിയിൽ വന്നിട്ട് അവൻ നേടിയെടുത്തത് മനുഷ്യരെയും മനുഷ്യന്റെ സ്നേഹവുമാ. എങ്ങനെയാ നേടിയെടുത്തത്? അവന് സ്വന്തമായിട്ടുള്ളതെല്ലാം കൊടുത്തല്ലേ. അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തിയതാ. നമ്മളെ സ്നേഹിച്ചുകൊണ്ട് അവൻ ഉണ്ടായിരുന്നതെല്ലാം തന്നു. അത്രയേറെ ലഭിച്ചതെല്ലാം നൽകിയിട്ടാ എൻ്റെ ഈശോ പോയത്. ആ ഈശോയാ എന്നോട് പറയുന്നത്, മോനെ നീയും കൊടുക്കാനായിട്ട് തയ്യാറാവേ, ദാനം ചെയ്യ. കാരണം നീ ദാനം ചെയ്തു എന്നതുകൊണ്ട് നിനക്കൊരിക്കലും ഒരു കുറവും ഉണ്ടാവത്തില്ല. 100 ഇരട്ടി. നമുക്കറിയാം, കൊടുക്കുന്നവന് ദൈവം നൽകിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മൾ കൊടുത്തു എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി അപരനെ സഹായിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെയും സഹായിക്കും. എനിക്ക് വേണ്ടത് 100 ഇരട്ടിയായിട്ട് നൽകും. സ്നേഹമുള്ളവരെ, ഈ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥത മാറ്റിവെക്കാം. ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട്, അപരന്റെ വേദനകൾ കണ്ടറിഞ്ഞ് അവനെ സഹായിക്കാനായിട്ട്, ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ബോധ്യത്തില് അടിയുറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ഈ ലോകത്തില് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.